കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട സപ്ലൈകോ ജീവനക്കാരും തൊഴിലാളികളും അതുപോലെ തന്നെ AITC സംസ്ഥാന നേതാക്കന്മാരും 2 ദിവസക്കാലം ഇവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു. നമുക്കറിയാം, കേരളത്തിന്റെ പൊതുവിതരണ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളീയ പൊതുസമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥാപനമാണ് സപ്ലൈകോ. ആ സപ്ലൈകോയെ സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്തി പോകേണ്ടതും അവിടെ ജോലിയെടുക്കുന്ന തൊഴിലാളികളെയും ജീവനക്കാരെയും സംരക്ഷിക്കേണ്ടതും കേരളത്തിലെ ഗവൺമെന്റിന്റെ ബാധ്യതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടുള്ള വളരെ സുശക്തമായ സുദൃഢമായിട്ടുള്ള ഒരു പൊതുവിതരണ മേഖലയാണ് കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം. ആ പൊതുവിതരണ സമ്പ്രദായത്തെ തകർത്തുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരുടെ ഇടയിലുള്ള ജനങ്ങൾക്കിടയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹായകരമാകുന്ന തരത്തിലുള്ള ഫണ്ടുകളായിരുന്നാലും മറ്റ് റേഷൻ വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രമാനുഗതമായി തുടർച്ചയായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്. മോദി ഗവൺമെന്റ് തീരുമാനിക്കുന്നത് റേഷൻ കടകൾ ഉൾപ്പെടെയുള്ള പൊതുവിതരണ മേഖലകൾ ഒന്നും തന്നെ ഇനി ഉണ്ടാകേണ്ടതില്ല, മറിച്ച് റേഷൻ കടകൾ വഴി നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അടക്കം സബ്സിഡി ഡയറക്റ്റ് ബെനിഫിറ്റ് സിസ്റ്റമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഫലത്തിൽ റേഷൻ കടകൾ ഉൾപ്പെടെയുള്ള പൊതുവിതരണ ശൃംഖലയാകെ തകർക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ LDF ഗവൺമെന്റ് ഫിനാൻഷ്യലുമായി ഓരോ ബഡ്ജറ്റ് കാലയളവിലും വർധനവ് വരുത്തിക്കൊണ്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കാലാനുസൃതമായി വർധനവ് വരുത്തിക്കൊണ്ട് ഈ മേഖലയെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ, ജനങ്ങളുടെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇടം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം, നിലനിർത്തിപ്പോകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ. സപ്ലൈകോ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാൻ കേരളത്തിലെ LDF ഗവൺമെന്റ് പൊതു നിലപാട് എന്നുള്ള തരത്തിൽ ഈ പറഞ്ഞതുപോലെ അടിയന്തരമായി സപ്ലൈകോയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ധനവിഹിതം മുൻകൂറായി നൽകിക്കൊണ്ട് ആ നിലപാടുമായി മുന്നോട്ട് പോകേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ സപ്ലൈകോയ്ക്ക് തന്നെ കേരളത്തിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യേണ്ട അരി വാതിൽപ്പടിയായി റേഷൻ കടകളിൽ കൊടുക്കുമ്പോൾ ആ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൈകാര്യവുമായി ബന്ധപ്പെട്ട് അനുബന്ധ ചിലവിനത്തിൽ പ്രതിമാസം 20 കോടി രൂപ സപ്ലൈകോയ്ക്ക് ബാധ്യതയായി നിലനിൽക്കുകയാണ്. സപ്ലൈകോയാണ് അത് കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കേണ്ടത് ഗവൺമെന്റാണ്. എന്നാൽ ഗവൺമെന്റ് കഴിഞ്ഞ നിരവധി മാസങ്ങളായി സപ്ലൈകോ ഇത്തരത്തിൽ ഈ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട്, വാതിൽപ്പടി വിതരണവുമായി ബന്ധപ്പെട്ട്, കൈകാര്യ ചെലവ്, അനുബന്ധ ചെലവുമായി ബന്ധപ്പെട്ട് പ്രതിമാസം ഏകദേശം 20 കോടി രൂപയോളം ചെലവഴിക്കുമ്പോൾ ഏതാണ്ട് 326 കോടി രൂപ ആ ഇനത്തിൽ മാത്രം സംസ്ഥാന ഗവൺമെന്റ് സപ്ലൈകോയ്ക്ക് കൊടുക്കാൻ എല്ലാം തന്നെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ രംഗത്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതം, അവരുടെ ജീവിതം അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, ഈ കേരളത്തിലെ ഒരു തുടർ ഭരണത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിലനിന്ന തൊഴിലാളി സമൂഹത്തെ സംരക്ഷിക്കുവാനുള്ള പ്രഥമമായിട്ടുള്ള കർത്തവ്യം LDFന്റെ ഗവൺമെന്റിനും. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി, വളരെ പ്രഥമമായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ട്